ഞാൻ എൻ്റെ മോളെ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൈസ ഇല്ല. ഞാൻ ഹൈദരശിയാവ് ഞങ്ങളടുത്ത് പോയി പറഞ്ഞു, ഞങ്ങളെ മകൾക്ക് MBBS പഠിക്കണമെന്നുണ്ട്, എൻട്രൻസ് ഒക്കെ എഴുതിക്കാം. അപ്പൊ അതുകൊണ്ട് ആ പ്രാവശ്യം ആട്ടെ കീം റദ്ദി നീറ്റിൽ എഴുതാൻ പറഞ്ഞു. നീറ്റിൽ എഴുതിയപ്പോൾ റാങ്ക് കുറച്ച് പുറകോട്ട് പോയി. കേരളത്തിൽ കിട്ടൂല, വല്ല പോണ്ടിച്ചേരി തമിഴ്നാട്ടിലൊക്കെ കിട്ടുള്ളൂ. പെൺകുട്ടിയാവുമ്പോൾ പുറത്ത് പറയക്കാൻ പറ്റൂല. പെൺകുട്ടിക്കാകട്ടെ ഇത് വലിയ വാശി. പിന്നെ ഭാര്യ കുടുംബമൊക്കെ വലിയ വാശിക്കാർ പഠിപ്പിക്കണം, പഠിക്കട്ടെ. ഹൈദരശിയാബ് ഞങ്ങളോട് പോയി പറഞ്ഞു, തങ്ങളെ എൻ്റെ ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, തങ്ങൾ പറഞ്ഞാൽ മതി, വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സ് മതി. തങ്ങളാണ് പറഞ്ഞാൽ ഞാൻ ബാപ്പാനും ഇമ്മാനെയും പെണ്ണിനെയും കൂട്ടി വരാം, അവിടുന്ന് തങ്ങളൊന്ന് വയറിനാ മതി. എന്നാ പിന്നെ നമ്മളെ പൂതികൾ പോവുകയും ചെയ്യും, എനിക്ക് വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. അപ്പോ ആയിക്കോട്ടെ, തങ്ങൾ അപ്പ ആയിക്കോട്ടെ, നിങ്ങൾ കുട്ടീനെ കൊണ്ടുവരാം. ബാപ്പ ഉമ്മ ഞാന് കുട്ടി പണക്കെടും. അങ്ങനെ കുട്ടീനെ ചെന്നപ്പോ തങ്ങൾ ഉള്ളിലെ റൂമിൽ കയറ്റി. ഞങ്ങൾ ബാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, ഞാനുണ്ട്, കുട്ടി. അവളെ കണ്ടാ കെട്ടിക്കാൻ നേരെ വൈകിട്ടൊന്നുമില്ലല്ലോ, പഠിക്കാൻ പൂതിയാണെങ്കിൽ പഠിച്ചോട്ടെ. ഞമ്മക്ക് ഏതായാലും ഇവിടെ KMCC മെഡിക്കൽ കോളേജൊക്കെ വരുന്നുണ്ട്, മുസ്ലിം ഡോക്ടർമാർ പെണ്ണുങ്ങൾ ആവശ്യമുണ്ട്, ഫാത്തിഹ പറയുന്നത് നീ ഒപ്പില്ലല്ലോ. അപ്പൊ ഞാൻ ഫാത്തിഹ ഓതുന്നില്ല. അപ്പൊ വേഗം പിന്നെ കീശിന്നോ വലിപ്പൊന്നോ ഉറപ്പില്ല, വലിപ്പോ കീശയോ രണ്ടാലൊന്നാണ്. തുറന്നിട്ട് എന്ത് ചെയ്തു, 1000 ഉറുപ്പ്യന്റെ അടുത്തു പൈസ കണ്ടേക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പറപ്പെട്ടപ്പോ പോകാനായില്ലാറ് പോരുകയാണ്. കുട്ടീനെ കൊണ്ട് വീത്താത്താൻ എടുത്തു പോയത്. MBBS പഠിക്കാൻ പോണേ നമ്മളെ ഖാസിമിന്റെ കുട്ടിയാ, നിങ്ങൾ അതിനൊരു കയ്യിട്ടെന്തേലും കുടിച്ചു കൊടുക്കണം. വീത്താത്ത അതിന് കുറിച്ചു. എന്റെ കയ്യിൽ പൈസ ഇല്ലേ, പൈസ നാട്ടുകാർ തന്നു, ഒക്കെ കൊടുക്കാനാണ്. എന്റെ കയ്യിൽ അന്നൊന്നുമില്ല, പൈസ ഇല്ല. ഞാൻ പൈസ ഇല്ലാന്ന് വാപ്പാനോട് പറഞ്ഞപ്പോ ഒരു ഭൂമി വിറ്റു കൊടുത്തോളാറ്. ആ ഭൂമി അന്നൊന്നും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് നടക്കും. ഈ ഭൂമിയിൽ ചരിത്രത്തിൽ എന്തെങ്കിലും ഇനി ഒന്ന് തിരുത്തി വെക്കാൻ അവരവസരം തന്നാൽ അല്ലാഹു സുബ്ഹാനഹു ഞാൻ പറയാം, എന്റെ തങ്ങൾക്ക് പഠിച്ചോണ്ട് 25 കൊല്ലം കൂടി കൊടുക്കുന്നതാണ്. ആ മനുഷ്യൻ ബോധത്തോടുകൂടി 25 കൊല്ലം കൂടി നീണ്ടു നിന്നാൽ തീരാത്ത പ്രശ്നം മലയാളത്തിൽ മുസ്ലിമേക്ക് ഉണ്ടാവും. അപ്പോഴത്തേനും മഹദി ഇമാം പ്രശ്നം ഹൈദരശിയാബ് നിങ്ങൾ വിചാരിച്ച ആളല്ല. എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ അടുത്ത് ഒന്നുമില്ല, പൈസ ഒക്കെ മനസ്സിൽ കടം തന്നതാ, ആരും ചോദിക്കാതെ തന്നതാ. ചില ആളുകൾ പറഞ്ഞപ്പം പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. അത് ആക്കമല കൊടുത്താൽ മതി. പിന്നെ വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? മരിക്കുമ്പോൾ ആ കടം വീട്ടിയിരിക്കും. ഇതിന്റെ വിശ്വാസം നമുക്കൊരു വിശ്വാസം. ആരെ? അവിടെ സയ്യിദിനെ ഞാൻ വിശ്വസിച്ചു. സയ്യിദ് ഹബീബ റസൂലുള്ളാഹിനെ അള്ളാഹു വിശ്വസിക്കാൻ പറ്റിയ മാധ്യമമുണ്ട്. ആര്? ഇവിടെ റസൂലുള്ളാഹിന്റെ പേരെ കുട്ടിയില്ലേ? റസൂലുള്ളാഹിന്റെ പേരെ കുട്ടി പറഞ്ഞേ നമുക്ക് ആവശ്യമുണ്ട് കുട്ടീനെ, ഒരു 1000 രൂപ ഞങ്ങൾ കൊടുത്ത് ആ പൈസ കണ്ടായിക്കോളൂ നടക്കും. ശാപനങ്ങൾ വന്ന 500ന്റെ ഒരുപാട് 500 പേര് കെട്ടിച്ചിട്ടുണ്ട്. ഓരോ ആവശ്യത്തിന് തങ്ങൾ ബാപ്പ പോയി പറയും. അപ്പൊ തങ്ങൾ 500 രൂപയെ ഒരു 50 രൂപ 100 രൂപ ബാപ്പയുടെ കെട്ടിയേക്കും. ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷയത്തിനായിരിക്കാം, ചിലപ്പോ സ്വന്തം ഭൂമിന്റെ തൊട്ടടുത്ത ഭൂമി ഇതിലേക്ക് ആവശ്യമുള്ളത് കച്ചവടം ഇത് വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ പെങ്ങന്മാരെ കെട്ടിക്കാനാവും, അല്ലെങ്കിൽ എനിക്ക് ഗൾഫ് പോകാനാവും, അല്ലെങ്കിൽ ഉമ്മാക്ക് അജ്ജിനോനാവും. അവിടെ പോയി പറയും, തങ്ങളെ പൈസ കൊടുക്കും, അതോടെ കെട്ടിയേക്കും, കാര്യം നടക്കും. ആ പൈസ എടുത്തിട്ടില്ല, ആ പൈസ ഇന്നും എടുത്തിട്ടില്ല. ഒരു വിശ്വാസമാണ്. ആരെ? സയ്യിദിനെ വിശ്വാസമാണ്. ആ സയ്യിദിൽ നമ്മൾ ആ സയ്യിദിനല്ല കാണുന്നത്. പാലക്കാട് സാദാത്യങ്ങളെ വിശ്വാസ. അവരാരെ പേരെ കുട്ടിയാ? ഹബീബായ നബിയുടെ. ഇവിടെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവരെ പോയി തന്നെ തീരുന്നത്. പ്രശ്നം തീർക്കുന്ന ആരെന്നെ? മുത്തുനബി. യഥാർത്ഥ പ്രശ്നം തീർക്കുന്ന ആരുമാണ്? അല്ലാഹുവാണ്. കന്യാരക്കാരൻ ഇപ്പോൾ മുത്തുനബിയാണ്. കാരണം ഇവിടെ വരാനില്ല. ഇവിടെ നമ്മൾ കാണുന്നത് ആരെയാണ്? ഇവിടെ കാണുന്ന ആരെയാണ്? ഹബീബായ നബിയാ. ഞാൻ മനസ്സറിഞ്ഞ പറഞ്ഞ കേട്ടോ, തങ്ങൾക്ക് ഒരു 25 കൊല്ലം കൂടി, 20 കൊല്ലം പോട്ടെ 10 കൊല്ലം ഉണ്ടെങ്കിൽ കേരളീയ മുസ്ലിമത്തിന് ഒന്നും പേടിക്കാനില്ല. അദ്ദേഹം ഒന്നും ചെയ്യണ്ട, അത് മനുഷ്യനെ അവിടെ ജീവിച്ചാൽ മതി. അതുപോലെ നട്ടേനി നമുക്ക് വരാനില്ല. മരിച്ച ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പക്ഷെ മരിക്കണല്ലോ, മരിക്കണ്ടേ? അല്ലാഹു അവരൊക്കെ ദറജകൾ ഏറ്റി കൊടുക്കട്ടെ. അദ്ദേഹം വലിയ റഹീമുൽ ഖൽബാണ്, വലിയ ഖൽബിൽ റഹ്മത്തുള്ള ആളാണ് അദ്ദേഹം. റഹ്മത്തുള്ള അദ്ദേഹം പൊട്ടിക്കരയുന്നത് ഞാൻ പലപ്പോഴും പേഴ്സണൽ കാര്യത്തിൽ പൊട്ടിക്കരയുന്നു. എന്റെ പേഴ്സണൽ കാര്യത്തിൽ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേഴ്സണൽ കാര്യത്തിന് തങ്ങൾ കരഞ്ഞിങ്ങനെ കണ്ണുനീര് കരയുന്നത് എന്റെ കണ്ണിൽ അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ആയിരക്കണക്കായ മഹല്ലുകൾക്ക് കാലിയായ മനുഷ്യൻ നമ്മളൊരു കാര്യം പോയി പറയുമ്പോൾ കരണ്ട ആവശ്യം എന്താ? ഹൃദയത്തിനുള്ള നന്മയാണ്. ഭയങ്കര എന്നാൽ ചൂടാവും, സദസ്സിലിട്ടാ ചൂടാവും, പക്ഷെ ഭയങ്കര സ്നേഹമായിരിക്കും. ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹം.
അള്ളാഹുരക്കൊക്കെ എന്തുകൊണ്ട് റഹീമുൽ ഖൽബായ ഹബീബാ നബിന്റെ പേരക്കുട്ടിയാണ്. നമുക്കിനി ഒരാളെ കിട്ടൂല എന്നല്ല, പക്ഷേ ഈ ആൾക്ക് വലിയ പരിചയം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ഓർമ്മ, ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ എനിക്ക് ദുഃഖം ഉണ്ടാവാറില്ല, ഒരു വയസ്സം മരിച്ചാൽ എനിക്ക് ദുഃഖം ഉണ്ടാവും. എന്തുകൊണ്ട്? അതൊരു ചരിത്രം. അത് നഷ്ടപ്പെട്ടു പോയി. ഇനിയുള്ളവർക്ക് പഠിച്ചിട്ടുണ്ട്, തങ്ങൾക്കൊന്നും പഠിക്കാനില്ല. ഓരോരുത്തരോടും ഓരോരുത്തരും അവരുടെ അവസ്ഥയിൽ സംസാരിക്കാൻ ആർക്ക് കഴിയും? ഇനിയുള്ളവർ പഠിച്ചിട്ട് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ.